നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ബസ് ആർബിട്രേഷനാണ്. ബസ് ആർബിട്രേഷൻ എന്ന് പറയുമ്പം അതായത് നമുക്കറിയാം ഡിവൈസസും പിന്നെ പ്രോസസ്സറും ബസ്സിൻ്റെ സർവീസ് വേണം, അതായത് മെമ്മറിയുമായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നതിനായിട്ട്. അപ്പം ഒരു ടൈമിൽ ആർക്കാണ് ബസ്സിൻ്റെ ആക്സസ് കിട്ടുന്നത് അവരെയാണ് നമ്മൾ ബസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം ആരാണ് ബസ് മാസ്റ്റർ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഈ ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ബസ് ആർബിട്രേഷൻ എന്നും വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ് ആർബിട്രേഷൻ ടെക്നിക്സ്. അപ്പോൾ ഇതിനകത്ത് അപ്പം നമുക്കറിയാം പ്രോസസ്സറിനും DMA കൺട്രോളറിനും എന്താണ് ഡേറ്റ ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യണം ബസ്സിൽ കൂടെയുള്ള, അതായത് മെമ്മറിയെ ആക്സസ് ചെയ്യാനായിട്ട്. ദ പ്രോസസ് ഓഫ് യൂസിങ് ദ ബസ് ടു പെർഫോം ദ ഡേറ്റ ട്രാൻസ്ഫർ operation is called the initiation of the transfer operation. The devices that is allowed to initiate the transfer on the bus at a given time is called the bus master. ആരാണോ ബസ്സിൽ കൂടിയുള്ള ഡേറ്റ ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ ബസ് മാസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പം കറണ്ട് ബസ് മാസ്റ്റർ ആ ബസ്സിൻ്റെ സർവീസ് റിലീസ് ചെയ്യുമ്പം വേറൊരാൾക്ക് ആ ഒരു ബസ്സിൻ്റെ കൺട്രോൾ അക്വയർ ചെയ്യാം. അപ്പോൾ ആ ആളായിരിക്കും ബസ്സിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്, ബസ് മാസ്റ്റർ. വെൻ ദ കറണ്ട് ബസ് മാസ്റ്റർ റിലീസസ് ദ കൺട്രോൾ ഓഫ് ദ ബസ് ആൻഡ് ദ ഡിവൈസസ് ക്യാൻ അക്വയർ ദ സ്റ്റാറ്റസ് ഓഫ് ദ ബസ് മാസ്റ്റർ. ഇപ്പം നമുക്കറിയാം ദർ മേ ബി സെവറൽ DMA കൺട്രോളേഴ്സ് പ്ലസ് പ്രോസസ്സർ വിച്ച് റിക്വസ്റ്റ് ആക്സസ് ടു ദ ബസ്. അതായത് പ്രോസസ്സറിനും പല DMA കൺട്രോളേഴ്സ്, അതായത് പല ഡിവൈസസുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന DMA കൺട്രോളർ കാണും. ആ DMA കൺട്രോളറിനും കൺട്രോളേഴ്സിനും പ്രോസസ്സറിനുമാണ് ബസ്സിൻ്റെ സർവീസ് വേണ്ടിയത്. അപ്പം ദ പ്രോസസ് ബൈ വിച്ച് ദ നെക്സ്റ്റ് ഡിവൈസസ് ടു ബിക്കം ദ ബസ് മാസ്റ്റർ ഈസ് സെലക്റ്റഡ് ആൻഡ് ബസ് മാസ്റ്റർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ് ഈസ് കോൾഡ് ബസ് ആർബിട്രേഷൻ. ഓക്കെ, അതായത് ബസ് ആർബിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടുത്ത ബസ് മാസ്റ്റർ ആരാണെന്ന് സെലക്ട് ചെയ്യുകയും അതനുസരിച്ച് അവർക്ക് ആ മാസ്റ്റർഷിപ്പ് കൈമാറുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബസ് ആർബിട്രേഷൻ. അടുത്ത നെക്സ്റ്റ് ലെവലിൽ ആരായിരിക്കും ബസ് മാസ്റ്റർ എന്ന് തീരുമാനിക്കുക, എന്നിട്ട് ആ മാസ്റ്റർഷിപ്പ് കൈമാറുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ബസ് ആർബിട്രേഷൻ 2 ടൈപ്പുണ്ട്. സെൻട്രലൈസ്ഡ് ബസ് ആർബിട്രേഷനുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ബസ് ആർബിട്രേഷനുണ്ട്. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കും തീരുമാനിക്കുന്നത്, അത് പ്രോസസ്സറായിരിക്കും ഇവിടെ മിക്ക സമയത്തും തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും ബസ്സിൻ്റെ കൺട്രോൾ ആർക്കായിരിക്കും എന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡിനകത്താണെങ്കിൽ ആർക്കൊക്കെയാണോ ഏതൊക്കെ ഡിവൈസസിനാണോ ഈ ബസ്സിൻ്റെ സർവീസ് ആവശ്യമായിട്ടുള്ള അവരെല്ലാം ഈ ഒരു പ്രൊസീജിയറിൽ പങ്കാളിയാകുക ബസ് മാസ്റ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള. അവരെല്ലാം കൂടെ കൂട്ടായിട്ട് ചേർന്നിട്ടാണ് ബസ് മാസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രലൈസ്ഡ് ബസ് ആർബിട്രേഷനിൽ നോർമലി ദ പ്രോസസ്സർ ഈസ് ദ ബസ് മാസ്റ്റർ. പ്രോസസ്സർ ആയിരിക്കും ബസ് മാസ്റ്റർ. അപ്പം അൺലെസ് ഇറ്റ് ഗ്രാൻസ് ദ മെമ്പർഷിപ്പ് ടു വൺ ഓഫ് ദ DMA കൺട്രോളർ. അതായത് ഏതെങ്കിലും ഒരു DMA കൺട്രോളറിന് അത് അതിൻ്റെ മെമ്പർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് വരെ പ്രോസസ്സറായിരിക്കും അവിടുത്തെ ബസ് മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം DMA കൺട്രോളർ റിക്വസ്റ്റ് ദ കൺട്രോൾ ഓഫ് ദ ബസ് ബൈ അസേർട്ടിങ് ദ ബസ് റിക്വസ്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു DMA കൺട്രോളറിന് ബസ്സിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് ബസ് റിക്വസ്റ്റ് ലൈന് അസേർട്ട് ചെയ്യും. ഇവിടെ കണ്ട ബസ് റിക്വസ്റ്റ് ലൈൻ അത് അസേർട്ട് ചെയ്യും. അതെന്ന് പറയുന്ന ഒരു ലോ ആക്റ്റീവ് സിഗ്നലായിരിക്കും. അതിന് പകരമായിട്ട് പ്രോസസ്സർ കൊടുക്കുന്ന ഒരു പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ബസ് ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത്, ബസ് ഗ്രാൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇൻ റെസ്പോൺസ് ദ പ്രോസസ്സർ ആക്ടിവേറ്റ്സ് ദ ബസ് ഗ്രാൻഡ് ലൈൻ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കൺട്രോളർ മേ യൂസ് ദ ബസ് വെൻ ഇറ്റ് ഈസ് ഫ്രീ. അതായത് പ്രോസസ്സർ ഫ്രീ ആകുമ്പോൾ ബസ്സിൻ്റെ കൺട്രോളർ ഈ റിക്വസ്റ്റ് ചെയ്ത DMA ഡിവൈസിനെ എടുക്കാമെന്നുള്ളതിൻ്റെ ഒരു പെർമിഷൻ കൊടുക്കുകയാണ് ആ ഒരു ലൈനിൽ കൂടെ. വെൻ ദിസ് BGL ലൈൻ ഈസ് കണക്റ്റഡ് ടു ഓൾ DMA കൺട്രോളേഴ്സ് ഇൻ എ ഡേസി ചെയിൻ ഫാഷൻ. അതായത് അതായത് റെസ്പോൺസായിട്ട് അത് ബസ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തിരിച്ച് പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്ന ലൈനാണല്ലോ ബസ് ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതൊരു ഡേസി ചെയിൻ മാനറിലാണ് നമ്മുടെ ഈ DMA കൺട്രോളേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഡേസി ചെയിൻ നമുക്കറിയാം ഏറ്റവും ഫിസിക്കലി ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഡിവൈസിനായിരിക്കും ആദ്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം DMA കൺട്രോളർ 1 ആണ് BR റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് ബസ് മാസ്റ്റർ ആകാം. അതല്ല എങ്കിൽ 2 ആണെങ്കിൽ ഇപ്പം 1 കൊടുത്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ചാൻസ് 2ന് കിട്ടുന്നു.
ഇനി ബസ് ബിസി എന്ന് പറയുന്ന ഒരു സിഗ്നലുണ്ട്, PBSY എന്ന് പറയുന്നത്, അതും ലോ ആക്റ്റീവ് സിഗ്നലാണ്. അത് 0 ആകുമ്പം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ബിസിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഈ BR ലൈൻ അസേർട്ട് ചെയ്താലും അവർക്കത് കിട്ടാൻ, ബസ്സിൻ്റെ ആക്സസ് കിട്ടാൻ വളരെ പാടായിരിക്കും. എപ്പോഴാണോ BBSY ലൈന് 1 ആകുന്നത്, അതായത് അത് ഇപ്പം ബിസി അല്ല എന്ന് കാണിക്കുന്നത്, ആ സമയത്ത് നമ്മൾ BR ലൈന് അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും DMA കൺട്രോളിൽ BR ലൈൻ അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിഗ്നൽ അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബസ്സിൻ്റെ കൺട്രോൾ അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഡിവൈസസും ഈ ഒരു പ്രൊസീജിയറിനകത്ത് പങ്കാളിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ആർബിട്രേഷൻ ടെക്നിക്കിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിവൈസിനും ഓരോ 4 ബിറ്റ് ID ഉണ്ടായിരിക്കും. അതാദ്യം എന്ത് ചെയ്യുന്നു, ഓരോ ബിറ്റിനും 4 ബിറ്റ് ID അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസസുകളെല്ലാം ഈ ബസ് ആർബിട്രേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ബസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് 5 ആർബിട്രേഷൻ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ 4 ലൈൻസിനകത്ത് നമ്മൾ ഈ ID പ്ലേസ് ചെയ്യുന്നു. ഒരു ലൈൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആർബിട്രേഷൻ സിഗ്നലാണ്. അപ്പം ടു റിക്വസ്റ്റ് ദ ബസ് ബൈ എ ഡിവൈസ് അസേർട്ട് ദ സ്റ്റാർട്ട് ആർബിട്രേഷൻ സിഗ്നൽ. ആദ്യം സ്റ്റാർട്ട് ആർബിട്രേഷൻ സിഗ്നൽ അസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 4 ബിറ്റ് നമ്പർ എന്ത് ചെയ്യുന്നു, ആർബിട്രേഷൻ ലൈനിൽ പ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആരൊക്കെയാണോ ഇതുപോലെ ചെയ്തേക്കുന്നത്, ഈ 4 ബിറ്റ് നമ്പർ ഏതൊക്കെ ഡിവൈസസ് ആണോ അതിൻ്റെ ID ഈ ആർബിട്രേഷൻ ലൈനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ആ IDകളെല്ലാം കൂടെ നമ്മൾ ലോജിക്കലി ഓർ ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ 2 ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടും എന്താണ് ഈ ഒരു പ്രൊസീജിയറിൽ, അതായത് ബസ് മാസ്റ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആർബിട്രേഷൻ പ്രൊസീജിയറിൽ പങ്കാളികളാവുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഡിവൈസായിട്ടുള്ള A എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ID എന്ന് പറയുന്നത് 5 ആണ്. അതെന്ന് പറയുന്നത് 0101. അടുത്ത Bയുടെ ID എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. Bയുടെ ID എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് 0110. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതെല്ലാം ലോ ആക്റ്റീവ് സിഗ്നലാണ്. സ്റ്റാർട്ട് ആർബിട്രേഷനുണ്ട്. പിന്നെ അടുത്തത് IDക്ക് വേണ്ടിയിട്ടുള്ള ലൈൻസാണ്. ഇത് ലോ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോട്ട് ഗേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഡിവൈസ് എടുത്ത് കാണുകയാണെങ്കിൽ അതിൻ്റെ ID ആണ് 0101, അതായത് 5 ആയിരുന്നു അതിൻ്റെ ID. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ID 6 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ലോജിക്കൽ ഓർ ചെയ്യും. അതായത് 0101ഉം പിന്നെ നമ്മൾ 110ഉം കൂടെ ലോജിക്കൽ ഓർ ചെയ്യും. ഇത് തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 011. അതായിരിക്കും, ദാറ്റ് ഈസ് പാറ്റേൺ 011 ആണ് എവിടെ അപ്പിയർ ചെയ്യുന്ന, ആർബിട്രേഷൻ ലൈൻസിൽ അപ്പിയർ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ 011 അപ്പിയർ ചെയ്യുന്നു. ഇനി ആർക്കാണ് ഈ ഒരു മാസ്റ്റർഷിപ്പ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് കണക്കാക്കണ്ടേ. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിവൈസും അതിൻ്റെ ID ഇപ്പോൾ ഈ ബസ് ആർബിട്രേഷൻ ലൈനിൽ വന്ന ആ ലോജിക്കലി ഓർ ചെയ്ത ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഈച്ച് ഡിവൈസ് കമ്പയർസ് ദ പാറ്റേൺ ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ആർബിട്രേഷൻ ലൈൻ ടു ഇറ്റ്സ് ഓൺ ID സ്റ്റാർട്ടിങ് വിത്ത് MSB ബിറ്റ് തൊട്ടാണ് അത് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ ID എത്രയായിരുന്നു, Aയുടെ ID 0101 ആയിരുന്നു. ഇതിൻ്റെ ആർബിട്രേഷൻ ലൈനിൽ വന്ന ആ ലോജിക്കൽ ഓർ ചെയ്ത പാറ്റേൺ 0111 ആയിരിക്കും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 00, അവിടെ വ്യത്യാസമൊന്നുമില്ല, അപ്പോൾ 0 തന്നെ എഴുതി. 11 കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല, അവിടെ 1 തന്നെ എഴുതി. അടുത്ത 01 കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ആ ഒരു കേസിൽ നമ്മൾ 0 ആണ് എഴുതേണ്ടത്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും നോക്കത്തില്ല, ബാക്കി എത്ര ഉണ്ടെങ്കിലും അവിടെ 0 എഴുതുന്നു. പിന്നെ അതുപോലെ B എടുക്കുവാണെങ്കിൽ Bയുടെ ID എന്ന് പറയുന്നത് 0110 ആയിരുന്നു. അതിൻ്റെ എന്താണ് പറയുന്നത്, കമ്പയർ ചെയ്യേണ്ടത് 011 അവിടെ നമുക്ക് 000 111 111 010 അത് കിട്ടി. അപ്പോൾ അങ്ങനെ 2 വാല്യൂ കിട്ടി. അപ്പോൾ എന്തോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് എന്തോ ചെയ്യുന്നു, ഇത് തമ്മിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, ലോജിക്കൽ ഓർ ചെയ്യുന്നു. ദാറ്റ് ദ പാറ്റേൺസ് അപ്പിയേഴ്സ് ഓൺ ദ ആർബിട്രേഷൻ ലൈൻ ഈസ് ലോജിക്കൽ ഓർ ഓഫ് ദ, ഇനി ഇപ്പോൾ അതിനകത്ത് വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓർ ഓഫ് ദിസ് 0100, അതായത് ഇതും പിന്നെന്താണ്, പിന്നെ ഇതും കൂടെ, അതായത് 0110. ഇത് തമ്മിൽ നമ്മൾ ലോജിക്കൽ ഓർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0110 ആണ്. ദിസ് പാറ്റേൺ ഈസ് സെയിം ആസ് ദ ഡിവൈസ് ID ഓഫ് B. അപ്പോൾ ഹെൻസ് B ഹാസ് വൺ ദ ആർബിട്രേഷൻ. അപ്പം ലോജിക്കൽ ഓർ ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് Bയുടെ ID ആയിരുന്നു. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ
ബി ആണ് ഇവിടെ ജയിച്ചത്. ഓക്കെ, അങ്ങനെ അതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ബസ് ആർബിട്രേഷൻ. സെൻട്രലൈസ്ഡ് ബസ് ആർബിട്രേഷനും ചോദിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് ബസ് ആർബിട്രേഷനും ചോദിക്കും. അപ്പോൾ ആരെയാണ് ബസ് മാസ്റ്റർ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പ്രൊസീജിയറിന് നമ്മൾ പറയുന്നതാണ് ബസ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, സെൻട്രലൈസ്ഡും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡും ഉണ്ട്. ഓക്കെ.